இடுக்கியில் தேர்தலின் பாகமாக மீண்டும் இரட்டை ஓட்டுகள் விவாதத்தில் அதிகரிக்கிறது. எல்லைப் பகுதியான உடுமச்சோலை, பீரிமேடு, தேவிகுளம் போன்ற இடங்களில்தான் இரட்டை ஓட்டுகள் நாட்டுக்கே பிரச்சனையாக மாறி வருவது. கேரளத்திலும் தமிழ்நாட்டிலும் ஆதார் கார்டும் ஐடி கார்டும் ரேஷன் கார்டும் உட்பட உள்ளவர் 2 இடங்களிலும் ஓட்டு போட வாய்ப்புள்ளது. பீரிமேடு, தேவிகுளம், உடுமச்சோலை போன்ற தாலுகாக்களில்தான் இதுபோன்று இரட்டை ஓட்டுகள் அதிகம் உள்ளது. தமிழ்நாட்டில் கம்பம், தேனி போன்ற அசம்பிளி மண்டலங்களில் தேனி பாராளுமன்றத்தோடு சேர்ந்துள்ள எல்லைப் பகுதியில்தான் இவைகள் பதிவு செய்யப்படுவது. இதுபோன்றவர்களிடம் அவர்களின் சான்றுகள் பரிசோதனை செய்து 2 இடங்களிலும் ஓட்டுகள் போட வாய்ப்புள்ளனவா என்பதை குறித்து பரிசோதிக்க வேண்டும் என்பதுதான் கோரிக்கை. ഇരട്ടയോട്ട് സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടിയാണ് UDF ഇത്തവണയും സമീപിക്കുന്നത്. അത്തരത്തിൽ 2 സ്ഥലങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടായാൽ അതിനെ നിയമപരമായിട്ടും അതേപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. കാരണം ഒരു സമ്മതിദാനാവകാശം, പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കേരളത്തിലേതിന് കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ്നാട്ടിലെ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കലൊക്കെ വെച്ചിട്ട് ഇത് സമ്മതിദാനാവകാശം വിനിയോഗിച്ചതിൻ്റെ കയ്യിലെ രേഖകൾ മായ്ക്കാനും മറ്റുമൊക്കെ വലിയ സംവിധാനങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഞങ്ങളത് കൃത്യമായി നിരീക്ഷിക്കും. ഇവിടെ പതിറ്റാണ്ടുകളായി താമസിച്ച് ഇവിടെ പൂർണ്ണമായ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന തോട്ടം മേഖലയിലെ ആർക്കും അതിൻ്റെ പേരിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവർ കൃത്യമായി സമ്മതിദാനാവകാശം വിനിയോഗിക്കട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെ നയം. പക്ഷേ അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തി തമിഴ്നാട്ടിൽ ജീവിക്കുകയും ഇവിടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ശക്തമായി നേരിടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ കോടതിയുടേതും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടുവന്നുകൊണ്ട് വളരെ ജാഗരൂകതയോടുകൂടി അതിർത്തി മേഖലകളിൽ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് രംഗത്ത് അത്തരത്തിലുള്ള കുത്സിത ശ്രമങ്ങളുമായിട്ട് മുൻകാലങ്ങളിൽ വന്ന CPM ഇടതുപക്ഷ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ ജനങ്ങളുടെ വിധിയെഴുത്ത് ഈ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യം നിസ്സംശയമാണ്. ஒரு வேட்பாளரின் வெற்றியும் தோல்வியும் தீர்மானிப்பதற்கு இதுபோன்ற இரட்டை ஓட்டுகள் மாவட்டத்தில் உள்ளது மிகப்பெரிய பிரச்சனை என்றும் இது சாதகமாக அமைவது இடதுசாரிக்கு என்றும் NDAயின் குற்றச்சாட்டு. വരുന്ന മാസം 19 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലെ ഇടുക്കിയിലെ 3 മണ്ഡലങ്ങളിൽ തമിഴ് വംശക്കാരായ വോട്ടർമാർ ഏതാണ്ട് 50,000-ഓളം തമിഴ് വംശജരായ വോട്ടർമാരുണ്ട്. ഈ 19 തീയതി തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് അവർ തിരിച്ച് വന്ന് കേരളത്തിലും വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വോട്ട് മാറിപ്പോകുന്നത്, ഇടതുപക്ഷത്തിന് വേണ്ടി മാത്രം. ഒരു സ്ഥാനാർത്ഥിയുടെ ജയപരാജയങ്ങൾക്കുള്ള അത്രമാത്രം ഇരട്ട വോട്ടുകൾ നമുക്കിവിടെ ഉള്ളതുകൊണ്ട് അടിയന്തരമായി തടയുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. அதே நேரம் தோல்வியின் பயத்தில் தான் இதுபோன்ற குற்றச்சாட்டுகள் முன்வைப்பதாக LDFின் பதில். അല്ല, പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇരട്ടയോട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴും ഇരട്ടയോട്ട് എന്ന് പറയുന്നത് ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉറപ്പാണ് എന്ന് അവർ അംഗീകരിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമേ കാണാൻ കഴിയും. வருடங்களாக நிலையில் இருக்கக்கூடிய இந்த பிரச்சனைக்கு தீர்வான 2016 ஹைகோர்ட் கோரிக்கை முன்வைத்தது. ஆனால் தேவையான நடவடிக்கை எடுக்கப்படவில்லை. இதே நேரம் இந்த முறையும் கேரளத்திலும் தமிழ்நாட்டிலும் இரட்டை ஓட்டுகள் முன்போல் தொடராமல் இருக்க நடவடிக்கை வேண்டும் என்பதுதான் கோரிக்கை. நியூஸ் பீரோ ராஜகுமாரி.